ഹായ്, ഞാൻ ലിയോ മാർക്കറ്റ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പരിശോധിക്കാൻ പോകുന്നത് ഭാവിയിലേക്ക് ഒരുപാട് വളർച്ചാ സാധ്യതയുള്ള ഒരു കമ്പനീനെ പരിചയപ്പെടാനാണ്. ഇപ്പോൾ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തതുകൊണ്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഇതൊരു ബയ്യോ സെല്ലോ റെക്കമെൻഡേഷനൊന്നുമില്ല, കാര്യങ്ങൾ പറയുന്നു, കമ്പനീനെ പരിചയപ്പെടുത്തുന്നത് മാത്രമേ ഉള്ളൂ. നേരെ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ നമ്മൾ ഈ ഒരു കമ്പനി ആദ്യമായിട്ട് ഞാൻ പരിചയപ്പെടുത്തുന്നത് ഏകദേശം ഒരു 2 വർഷങ്ങൾക്ക് മുമ്പാണ്. 2022 8-ാം മാസത്തിലാണ് ഞാനിത് ആദ്യമായിട്ട് ഈ കമ്പനീനെ കുറിച്ച് പരിചയപ്പെടുത്തുന്നത്. അന്ന് ഈ കമ്പനിയുടെ വില എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 397.4 എന്ന് പറഞ്ഞ പ്രൈസാണ്. അത് ബോണസ് ഒക്കെ കൊടുക്കുന്നതിന് മുമ്പാട്ടോ. അതിന് ശേഷമാണ് ബോണസൊക്കെ കൊടുത്തത്, 1:1 ബോണസൊക്കെ കൊടുത്തത്. അപ്പോൾ ബോണസോട് കൊടുക്കുമ്പോൾ ഈ ഞാൻ ആ പറഞ്ഞ വില എന്ന് പറയുമ്പോൾ 198.7 റേഞ്ചിലാണ്. ഇപ്പോഴത്തെ വില എന്ന് പറയുമ്പോൾ അതിന് ഒരുപാട് മടങ്ങ് വർദ്ധിച്ചിട്ടുണ്ട്. ഇപ്പോൾ അതിൻ്റെ ഒരു അവസ്ഥയും കൂടിയാണ് ഇന്ന് നോക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് വെബ്സൈറ്റിലേക്ക് പോകും. കമ്പനി എന്ന് പറഞ്ഞാൽ ന്യൂജൻ സോഫ്റ്റ്വെയർ എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു കമ്പനിയുടെ ഗുണം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇതൊരു നമ്മളൊരു ട്രാൻസ്ഫർ ചെയ്യല്, നമ്മളിപ്പോൾ ഒരു പുതിയ കാലഘട്ടത്തിലേക്ക് കടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ പുതിയ കാലത്തിലേക്ക് പോകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, എല്ലാം ഡിജിറ്റലൈസ്, നമുക്കെല്ലാം വിരൽത്തുമ്പിൽ കിട്ടുന്ന ഇതാണ്. നമ്മളൊരു പേപ്പർ എഴുതി, നമ്മൾ പണ്ട് കാലത്ത് എങ്ങനെയാണ് ഒരു കത്തയച്ചിരുന്നത്, നമ്മൾ നേരെ ഇത് വാങ്ങിച്ച് അതിൻ്റെ അകത്ത് എഴുതി നമ്മൾ അയച്ച് ഓരോരിടത്ത് കൊണ്ട് പോസ്റ്റ് ഓഫീസിലിട്ട് അങ്ങനെ അയച്ചു ഒരാളെ വിവരം അറിയിച്ചിരുന്നു. ഇപ്പോൾ എങ്ങനെയാണ് അയക്കുന്നത്, നമ്മളൊരു മൊബൈൽ എടുക്കും, നമ്മൾ ജസ്റ്റ് വരെ കോൾ ചെയ്യും, അല്ലെങ്കിൽ ജസ്റ്റ് ഒരു മെസ്സേജ് അയക്കും. അപ്പം എല്ലാം എന്നാ ഡിജിറ്റലൈസ് ചെയ്യുക. അപ്പോൾ ഈ കമ്പനി ചെയ്യുന്ന എന്നാന്ന് വെച്ചാൽ കമ്പനികളെയും വലിയ വലിയ ഇൻസ്റ്റിറ്റ്യൂഷൻസ് അങ്ങനെയുള്ള സ്ഥാപനങ്ങളെയും ഡിജിറ്റലൈസ് ചെയ്യുകയാണ്. മറ്റേ ഈ വർക്ക് ഫ്ലോ അങ്ങോട്ട് ഈസി ആക്കാൻ വേണ്ട കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതാണ് ഈ കമ്പനിയുടെ ഒരു മെയിൻ ഗുണം എന്ന് പറഞ്ഞാൽ. അതിവിടെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ, എന്തുകൊണ്ട് ഈ വൈ ന്യൂജൻ എന്നുള്ളത്. പിന്നെ ഇവരെന്തൊക്കെ ചെയ്യുന്നതെന്നുള്ളതും ഇവിടെയും കൊടുത്തിട്ടുണ്ട്. അവരുടെ ഓരോരോ എന്തൊക്കെ ചെയ്യുന്നതെന്നുള്ളത്, ഓരോ പ്രവർത്തന മേഖലകൾ. അത് ഞാൻ വിശദമായിട്ട് പറയുന്നൊന്നുമില്ല. അത് നിങ്ങളെടുത്ത് സ്വന്തമായിട്ട് വായിച്ചു നോക്കുകയാണെങ്കിൽ നിങ്ങൾക്കിത് മനസ്സിലാവുന്നതാണ്. നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്നേ ഉള്ളൂ. ജസ്റ്റ് എടുത്ത് നോക്കിയാൽ. പിന്നെ ഇവിടെ ഒരു വീഡിയോ എടുത്തിട്ടുണ്ട് കമ്പനീനെ കുറിച്ചുള്ളത്. പിന്നെ ഇതിൻ്റെ കമ്പനിയുടെ ഡീറ്റെയിൽസൊക്കെയാണ് താഴെ വന്നേക്കുന്നത്. പിന്നെ ഇതിൻ്റെ കസ്റ്റമേഴ്സ്, ഇതിനെക്കുറിച്ചൊന്നും അധികം പറയുന്നില്ല, കാരണം വെച്ചാൽ എല്ലാവർക്കും എടുത്ത് നോക്കാവുന്ന മനസ്സിലാവുന്ന കേസാണ്. അപ്പോൾ ഈ കമ്പനിയുടെ ഇതൊക്കെ എന്തിനാണ് നമ്മളെടുത്ത് നോക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ കമ്പനിക്ക് ഭാവി ഉണ്ടോ എന്നറിയാമെങ്കിൽ ഇതിൻ്റെ പ്രൊഡക്റ്റുകളും ഇതിൻ്റെ എന്തൊക്കെ പ്രവർത്തിക്കുന്ന മേഖലകൾ, ആ മേഖലകളൊക്കെ എപ്പോഴും നമ്മൾ നോക്കണം. അപ്പോൾ എന്നാൽ ഈ ഒരു കമ്പനിക്ക് ഭാവിയിൽ നമ്മൾ ഇതിൻ്റെ അകത്തുനിന്ന് നോക്കിക്കഴിഞ്ഞാൽ എന്തെങ്കിലും മെച്ചം നമുക്ക് കിട്ടുമോ, അതാണ് ഇതിൻ്റെ അകത്ത് നമുക്ക് ഈ ഒരു കമ്പനിയിലെ ഈ ഒരു സൈറ്റിൽ നിന്നൊക്കെ എന്താ അവർ ചെയ്യുന്ന, അവരുടെ പ്രൊഡക്റ്റ് എന്താ, അവർ മാനേജ്മെൻറ്റിൻ്റെ കാര്യങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കിക്കഴിയുമ്പോഴത്തേനും ഈ ഒരു കമ്പനിക്ക് ഭാവി ഉണ്ടോ എന്ന് നമുക്ക് അറിയാൻ പറ്റും. നമുക്കത് ചിന്തിച്ച് കഴിഞ്ഞാൽ അറിയാൻ പറ്റും. ഇപ്പോൾ ഒരു സ്ഥാപനത്തിലൊരു ഭയങ്കരമായിട്ട് കഷ്ടപ്പെട്ട് ചെയ്യുന്ന വർക്ക് ഇവരെന്ത് ചെയ്യും, ഡിജിറ്റലൈസ് ചെയ്ത് ജസ്റ്റ് സിമ്പിളാക്കിയിട്ട് അതിനെ ഏകീകരിച്ച് സിമ്പിൾ മെത്തേഡിൽ ഒരു പഠിച്ച് അതിൻ്റെ കാര്യങ്ങൾ ചെയ്തു തരുന്നതാണ്. അപ്പോൾ അതുപോലെ എല്ലാം ഒരു ഡിജിറ്റലൈസ് ചെയ്യുന്ന പരിപാടിയാണ് ഇവർക്കുള്ളത്. അപ്പോൾ എനിക്ക് ആലോചിച്ച് നോക്കിയിട്ട് ഭയങ്കര വലിയ വളർച്ച സാധ്യതയുള്ളൊരു മേഖലയാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഗൂഗിളിലേക്ക് പോകാം. ഈ കമ്പനിയിൽ നോക്കിയേ, ഇതെന്തിനാണ് ഞാനിപ്പോൾ ഇട്ടേക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ അന്ന് വീഡിയോ ഇടുമ്പം 8-ാം മാസം 2022 ഇടുമ്പം അന്നത്തെ മാക്സിമം ചാർട്ട് പാറ്റേണിൽ ഇവിടെ എത്ര ശതമാനമായിരുന്നു ശ്രദ്ധിച്ചോ, വെറും 69% ഉണ്ടായിരുന്നു. ഇപ്പോൾ എത്രയും 1000% മുകളിൽ പോയി. ഇപ്പോൾ എന്തായി, ആ ഒരു കമ്പനി, നല്ല കമ്പനികൾ എപ്പോഴും എന്താ, അതിൻ്റെ ആ നെക്സ്റ്റ് ലെവൽ വളരാനുള്ള കമ്പനികൾ എപ്പോഴും എന്താ, അതിൻ്റെ ആ ബിസിനസ്, അതിൻ്റെ ആ വളർച്ചാ സാധ്യതയുള്ള അതിൻ്റെ പ്രൊഡക്റ്റുകൾ, അതാണ് മെയിനായിട്ട് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ അതിൻ്റെ സെയിൽസ് കൊടുക്കുന്നുണ്ടോ, അവരുടെ പുതിയ കാലത്തിനനുസരിച്ച് മാറ്റങ്ങൾ വരുത്തുന്നുണ്ടോ,
FIS DIS ഒക്കെ എങ്ങനെയാണ് ചെയ്യുന്നത്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നോക്കി പഠിച്ചു പോവുക. പിന്നെ ചാർട്ടിൽ ഓളിയൊക്കെ എങ്ങനെയാണ് പോകുന്നത്, അങ്ങനെ ചാർട്ടിൻ്റെ കുറച്ച് കാര്യങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലുള്ള നല്ല വളർച്ചാ സാധ്യതയുള്ള കമ്പനികൾ നമുക്ക് സ്വന്തമായിട്ട് കണ്ടുപിടിക്കാവുന്നേ ഉള്ളൂ. ഇനി നമുക്ക് തന്നെ ഫണ്ടമെൻ്റൽ NSE BSE ലിസ്റ്റ് ചെയ്തായിരുന്ന ഒരു കമ്പനിയാണ് 18,687 കോടിയുടെ ഒരു സ്മോൾ ക്യാപ്പിൽ നിന്ന് മിഡ് ക്യാപ്പിലേക്ക് കടന്നു വരാൻ വേണ്ടി തയ്യാറെടുക്കുന്നത്. ഞാനൊന്ന് വീഡിയോ ചെയ്യുമ്പോൾ ഈ കമ്പനിയുടെ മാർക്കറ്റ് വെറും 2,778 കോടിയോ 2,728 കോടി അങ്ങനെ 2 കോടിയായിരുന്നു. നമ്മൾ തീരെ ചെറുതായിരുന്നു. ഇപ്പോൾ എത്രയും 18,000 മുകളിലേക്ക് വന്നു. കറണ്ട് മാർക്കറ്റ് പ്രൈസ് 1,332. കറണ്ട് മാർക്കറ്റ് പ്രൈസ് 52 വീക്ക് കഴിഞ്ഞ് കഴിഞ്ഞാൽ 1,548. 52 വീക്ക് ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 432. സ്റ്റോക്കിൻ്റെ PE എന്ന് പറഞ്ഞാൽ 74. ബുക്ക് വാല്യൂ എന്ന് പറഞ്ഞാൽ 81.8. ഡിവിഡൻഡ് നൽകുന്ന ഒരു കമ്പനിയാണ്. ROCE എന്ന് പറഞ്ഞാൽ 26.6. ROE എന്ന് പറഞ്ഞാൽ 22.7. ഫേസ് വാല്യൂ 10 ആണ്. മാക്സിമം ചാർട്ട് പാറ്റേൺ നോക്കിയാൽ നല്ല സെറ്റപ്പ് ചാർട്ട്, നല്ല മനോഹരമായിട്ടുള്ള ഹയർ ഹൈ ഫോർമേഷൻ ഉള്ള ഒരു ചാർട്ട് പാറ്റേൺ ആണ്. പിന്നെ നോക്കി കഴിയുമ്പോഴത്തേനും താഴത്തേക്ക് പോയി കഴിയുമ്പോഴത്തേനും ഇയർ ഓൺ ഇയർ സെയിൽസ് ഗ്രോത്ത് 2013 മാർച്ചിൽ എത്രയായി? 190 കോടി ഉണ്ടായിരുന്നുള്ളൂ. അതിപ്പോൾ എത്രയായി? 2024 മാർച്ച് എത്തിയപ്പോഴത്തേനും 1,136 കോടി. ട്രേഡിംഗ് എലിമെൻറ്റ് 1,195 കോടിയാണ് കാണുന്നത്. ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് 40 കോടിയിൽ എത്രയായി? 269 കോടിയും. ട്രേഡിംഗ് എലിമെൻറ്റ് 283 കോടിയിലേക്ക് കാണുന്നു. ഓപ്പറേറ്റിംഗ് മാർജിൻ ആണെങ്കിലോ ഒരു 12%-നും 29%-നും ഇടയിൽ നിൽക്കുന്നു. വലിയ തെറ്റില്ലാത്തൊരു ഓപ്പറേറ്റിംഗ് മാർജിനാണ് കാണുന്നത്. പിന്നെ നെറ്റ് പ്രോഫിറ്റ് ആണെങ്കിലും 36 കോടിയിൽ നിന്ന് 237 കോടിയിലേക്ക്. ട്രേഡിംഗ് എലിമെൻറ്റ് 253 കോടിയിലേക്കാണ് കാണുന്നത്. പിന്നെ നമുക്ക് താഴത്തേക്ക് നോക്കിക്കഴിഞ്ഞാലോ അതിൻ്റെ റിസർവ് 2013 മാർച്ചിൽ വെറും 111 കോടി ഉണ്ടായിരുന്നത് ഇപ്പോൾ എത്രയാണ്? 1,008 കോടിയിലേക്കാണ് കയറിയേക്കുന്നത് 2024 മാർച്ചിൽ. കടമാണെങ്കിലോ 1 കോടിയിൽ നിന്ന് കൂടി 108 കോടി വരെ കൂടി. അവിടെ നിന്ന് പിന്നെ കുറച്ചിപ്പോൾ 42 കോടി. അത് ലോങ് ടൈം ആണ് ഷോർട്ട് ടൈം ആണെന്ന് നോക്കിയാലോ? ലോങ് ടൈം ബോറോയിങ്സ് 0 ആക്കിയിട്ടുണ്ട്. ഷോർട്ട് ടൈം ബോറോയിങ്സ് ആണെങ്കിൽ ഒരു 2. അപ്പോൾ ഡെറ്റ് ഫ്രീ എന്ന് തന്നെ പറയാം. പിന്നെ ലീസ് ലയബിലിറ്റീസ് ആവുള്ളത്. അപ്പോൾ ലോങ് ടൈം ബോറോയിങ്സും ഇല്ല, ഷോർട്ട് ടൈം ബോറോയിങ്സും ഇല്ല. അപ്പോൾ ഒരു സ്മോൾ ക്യാപ്പ് കമ്പനീനെ സംബന്ധിച്ച് ഏറ്റവും പോസിറ്റീവായിട്ടുള്ളൊരു കാര്യമാണത്. പിന്നെ റിസർവ് ആണെങ്കിൽ ഓരോ കൊല്ലം കഴിയുമ്പോഴും കൂടി വരികയും ചെയ്യുന്നു. അതൊരു നല്ല പോസിറ്റീവ് പോയിൻ്റാണ് കാണുന്നത്. പിന്നെ നമുക്ക് നോക്കാനുള്ള എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ താഴത്തേക്ക് പോയി കഴിയുമ്പം ഷെയർ ഹോൾഡിംഗ് പാറ്റേൺ 2021 സെപ്റ്റംബറിൽ എത്രയായി? 55.16 ആയിരുന്നു. അതിപ്പോൾ 54.3 ചെറുതായിട്ട് കൂടിയേക്കണം. പിന്നെ FIS ആണെങ്കിലോ 18.49 നിന്ന് ഇപ്പോൾ 17.8. അത് ഏകദേശം ആ ഒരു ലെവലിൽ തന്നെ നിൽക്കുന്നു. DIS ആണെങ്കിലോ 7.16 നിന്ന് 9.96 കൂടിയേക്കണം. പബ്ലിക്കിൻ്റെ കയ്യിലാണെങ്കിൽ 17.59 അപ്പോൾ FIS DIS നോക്കിക്ക് ഏകദേശം 10% മുകളിലേക്കാണ് കാണുന്നത്. അപ്പോൾ അവർക്ക് നല്ല വിശ്വാസമുള്ളൊരു കമ്പനിയായിട്ട് ഫീൽ ചെയ്യുന്നു. ഇനി നമുക്ക് തന്നെ ചാർട്ട് നോക്കാം. ഇത് വീക്കിലി ചാർട്ടാട്ടോ. വീക്കിലി ചാർട്ട് നോക്കി ആദ്യകാലത്ത് ഒരു കൺസോൾട്ടേഷനും പിന്നെ ഒരു വലിയൊരു പ്രോഫിറ്റ് ഒക്കെ വന്നു കഴിഞ്ഞിട്ട് പിന്നെ അങ്ങോട്ട് നോക്കി ഇവിടുന്ന് അങ്ങോട്ടൊരു ചാനൽ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഒരു ട്രെൻഡ് ലൈൻ നോക്കി ഹയർ ഹൈ ഫോർമേഷൻ ഓരോ ഈ ഒരു ട്രെൻഡ് ലൈനിൻ്റെ സപ്പോർട്ട് എടുത്താണ് മുകളിലേക്ക് പോയേക്കുന്നത്. ഇപ്പോൾ വന്നേക്കുന്ന ഒരു ക്യാൻഡിൽ നിങ്ങൾ ശ്രദ്ധിച്ച ഈ വീക്കിൽ ഒരു വലിയ റാലി നടത്തി അതുപോലെ തന്നെ താഴത്തേക്ക് സെല്ലിംഗ് പ്രഷർ കാരണം താഴത്തേക്ക് വന്നു. അപ്പോൾ ഈ ഒരു ഇവിടെ ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് വന്നാൽ ഈ ഒരു ക്യാൻഡിൽ ഈ വീക്കിൽ ഇങ്ങനെ അവസാനിച്ച് കഴിഞ്ഞാൽ ഒരു പ്രോഫിറ്റ് സെല്ലിംഗ് പ്രഷർ വന്ന് താഴത്തേക്ക് പ്രോഫിറ്റ് ബുക്കിംഗ് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അങ്ങനെ സാധ്യത വരുമ്പോഴത്തേന് ഈ ട്രെൻഡ് ലൈനിൽ സപ്പോർട്ട് എടുക്കുന്നുണ്ടോ എന്നാണ് ആദ്യം നമ്മൾ നോക്കേണ്ടത്. ട്രെൻഡ് ലൈൻ അപ്പോൾ നിങ്ങൾ സ്വന്തമായിട്ട് വരച്ച് നോക്കിയാൽ മതി. ജസ്റ്റ് ഇങ്ങനെ വരച്ച് നോക്കിയാൽ മതി. എല്ലാവർക്കും ഈസി ആയിട്ട് വരയ്ക്കാവുന്നതുള്ളൂ. അപ്പോൾ ഈ ഒരു സപ്പോർട്ട് ട്രെൻഡ് ലൈനിൽ സപ്പോർട്ട് എടുക്കുന്നുണ്ടോ എന്ന് നോക്കണം. ട്രെൻഡ് ലൈൻ ഇൻ കേസ് ബ്രേക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നത്തെ ആ ഒരു സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ 931 1054 എന്ന് പറഞ്ഞാൽ ഈ ഒരു ഏരിയയാണ് പിന്നത്തെ ഒരു സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ. ഈ സപ്പോർട്ട് കറക്റ്റ് ചെയ്യാനുള്ള സാധ്യത വളരെ കുറവാണ്. ഇൻ കേസ് കറക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നത്തെ 677 779 ഈ ഏരിയയിലേക്ക് വരാനുള്ള സാധ്യത വളരെ കുറവാണ്.
എൻ്റെ കണക്കൂട്ടൽ ശരിയാണെങ്കിൽ ഈ ട്രെൻഡ് ലൈനിൽ ഒന്ന് സപ്പോർട്ട് എടുത്ത് പുതിയ ഓൾ ടൈം ഹൈയിലേക്ക് പോകാനുള്ള ചാൻസാണ് കാണുന്നത്. പ്രത്യേകിച്ച് ഈ ഒരു കമ്പനിക്ക് വലിയ ഭാവിയിലേക്കുള്ള ഒരു പ്രൊഡക്റ്റുകളാണ് എല്ലാം ഈ ഡിജിറ്റലൈസ് ചെയ്യുന്ന നെക്സ്റ്റ് ലെവലിലേക്ക് വളർത്തിക്കൊണ്ട് വരുന്നൊരു വളർച്ചാ സാധ്യതയുള്ളൊരു കമ്പനിയാണ്. അപ്പോൾ ആ കമ്പനിക്ക് ഇനിയും ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ കൂടുതൽ അറിയാൻ എന്ത് ചെയ്യണം, ഈ കമ്പനിയെ കുറിച്ച് നിങ്ങൾ സ്വന്തമായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ മാത്രമാണ് ഇതുപോലെയുള്ള വളർച്ചാ സാധ്യതയുള്ള കമ്പനികൾ നമുക്ക് സ്വന്തമായിട്ട് കണ്ടുപിടിക്കാൻ പറ്റും, നമുക്ക് അതിൻ്റെ അകത്തൊരു വിശ്വാസം എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നിങ്ങൾ ആ കാര്യം ചെയ്യുമെന്ന് വിശ്വസിച്ചുകൊണ്ട് ഈ വീഡിയോ നടത്തുന്നു. ഇതൊരു ബൈ സെല്ലർ റെക്കമെൻഡേഷനും നല്ല കാര്യങ്ങളോടൊന്ന് കമ്പനീനെ പരിചയപ്പെടുത്തുന്നത് മാത്രമേ ഉള്ളൂ.